ഹായ് കിഡ്സ്, വെൽക്കം ടു അനൂസ് എഡ്യു ഹബ്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിലെ ഗാന്ധിജിക്ക് നമക് കഥ എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസാണ്. ബിഫോർ സ്റ്റാർട്ടിങ്, എല്ലാവരുടെയും കൈകളിൽ ടെക്സ്റ്റ് ബുക്സ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾ മൊബൈലിൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ സ്ക്രീൻ ഒന്ന് സൂം ചെയ്താൽ നല്ലതുപോലെ ക്ലാരിറ്റിയിൽ കാണുന്നതായിരിക്കും. ലെറ്റ്സ് സ്റ്റാർട്ട്. पेज नंबर 20 फर्स्ट क्वेश्चन। अंग्रेज़ों ने भारत के लोगों को खुद नमक बनाने से रोक रखा था और नमक पर टैक्स लगा रखा था। इसका कारण क्या होगा? അതായത് ഇംഗ്ലീഷുകാർ ഉപ്പിനുമേൽ ടാക്സും ഈടാക്കി, അതുപോലെ ഇന്ത്യയിലെ ജനങ്ങൾ ഉപ്പ് ഉണ്ടാക്കുന്നതിൽ നിന്നും വിരോധിച്ചിരുന്നു. ഇസ്കാ കാരൻ ക്യാ ഹോഗ? ഇതിൻ്റെ കാരണം എന്താണ്? उत्तर है, अंग्रेज़ों ने भारत के लोगों को खुद नमक बनाने से रोका और नमक पर टैक्स लगाया। इसका कारण है कि अंग्रेज़ों को नमक पर पूरा अधिकार मिले और जब चाहे नमक का कीमत बढ़कर अधिक लाभ ले सके। അംഗ്രേസോ കോ നമക് പർ പൂര അധികാർ മിലെ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷുകാർക്ക് ഉപ്പിനുമേൽ പൂർണ്ണ അധികാരം, മീൻസ് അത് അവരുടെ ഒരു കുത്തകയാക്കുക. ഉപ്പിനുമേൽ പൂർണ്ണ അധികാരം കിട്ടണം. ഓർ ജബ് ചാഹെ നമക്ക കീമത്ത് ബഡ്കർ, അതായത് ജബ് ചാഹെ എപ്പോൾ വേണമെങ്കിലും നമക്ക കീമത്ത്, ഉപ്പിൻ്റെ കീമത്ത് എന്ന് വെച്ചാൽ പ്രൈസ്, ഉപ്പിൻ്റെ വില ബഡ്കർ വർദ്ധിപ്പിച്ച് അധിക് ലാഭ് ലേ സക്കെ, ഉപ്പിൻ്റെ വില വർദ്ധിപ്പിച്ച് അധിക ലാഭം എടുക്കാൻ. ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഇവർ ഉപ്പിനുമേൽ ടാക്സ് നികുതി ചുമത്തിയതും ജനങ്ങളെ ഉപ്പുണ്ടാക്കുന്നതിൽ നിന്നും നിരോധിച്ചതും. പേജ് നമ്പർ 20 തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ। 17 वर्ष बाद देश सचमुच उस रास्ते पर चलता हुआ आज़ाद हो गया। इस रास्ते में हुई मुख्य घटनाएं क्या क्या है? അതായത് 17 വർഷങ്ങൾക്ക് ശേഷം രാജ്യം ഉസ് രാസ്തേ, അതേ വഴികളിലൂടെ, ഗാന്ധിജി തെളിയിച്ച അതേ വഴികളിലൂടെ പോയി ആസാദി ഹോ ഗയ, സ്വതന്ത്രമായി. ഇസ് രാസ്തേ മേ ഹുയി മുഖ്യ ഘടനായേ ക്യാ ക്യാ ഹേ? ഈ വഴികളിലുണ്ടായ മെയിനായിട്ടുള്ള സംഭവങ്ങൾ എന്തെല്ലാമാണ്? आंसर इस रास्ते के मुख्य घटना थे गांधी जी का दांडी मार्च। उन्होंने अपने हाथों से समुद्र के पानी से नमक बनाया और अंग्रेज़ों के काला कानून तोड़ा। इसे भारत पर अंग्रेज़ों की पकड़ ढीली पड़ी और बाद में कई सारे आंदोलन हुई। अंत में 17 वर्ष के बाद भारत को अंग्रेज़ों से आज़ादी मिली। അടുത്ത ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 21। ഇൻ ഘട്ടനാओं को क्रम से लिखे। താഴെ കുറച്ച് ഇവൻറ്റ്സ് നൽകിയിട്ടുണ്ട്. അവയെല്ലാം കറക്റ്റായിട്ട് ഓർഡർലി അറേഞ്ച് ചെയ്ത് എഴുതണം. ഫസ്റ്റ്, वे सभी लोग रात किसी गांव में काटने और सुबह फिर चल पड़ते। सेकेंड वन, इस प्रकार गांधी जी ने पूरे देश को अंग्रेज़ों से मुक्त होने का रास्ता दिखा दिया। थर्ड वन, यात्रा के दौरान हज़ारों लोग जुटते गए। फोर्थ वन, गांधी जी पैदल दांडी के समुद्र किनारे चल पड़े। और फिफ्थ वन, रास्ते में कई गांव पड़े। सिक्स्थ वन, समुद्र के पानी से नमक बनाकर अंग्रेज़ों का कानून तोड़ा। उत्तर है फर्स्ट वन, गांधी जी पैदल दांडी के समुद्र किनारे चल पड़े। सेकेंड वन, यात्रा के दौरान हज़ारों लोग जुटते गए। थर्ड वन, रास्ते में कई गांव पड़े। फोर्थ वन, वे सभी लोग रात किसी गांव में काटते और सुबह फिर चल पड़े। फिफ्थ वन, समुद्र के पानी से नमक बनाकर अंग्रेज़ों का कानून तोड़ा। और लास्ट वन, इस प्रकार गांधी जी ने पूरे देश को अंग्रेज़ों से मुक्त होने का रास्ता दिखा दिया। नेक्स्ट क्वेश्चन, रपट लिखे। रपट मीन्स रिपोर्ट। गांधी जी अहमदाबाद से पैदल चलकर दांडी पहुँचे, खुद नमक बनाकर अंग्रेज़ों का कानून तोड़ा। इस घटना पर समाचार पत्र के लिए एक रपट तैयार करें। എന്ന് പറഞ്ഞാൽ ഒരു പത്ര റിപ്പോർട്ട് ഉണ്ടാക്കാനാണ്
പറയുന്നത്. അതായത് ഗാന്ധിജി അഹമ്മദാബാദിൽ കാൽനടയായി പോയി അവിടെ പോയി സ്വയം സ്വന്തം കൈകളിൽ ഉപ്പുണ്ടാക്കി അംഗ്രേസോ കാ കാനൂൻ തോട അല്ലേ, അവരുടെ നിയമം ലംഘിച്ചു. ആ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി ഒരു പത്ര റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ഇവിടെ പറയുന്നത്. താഴെ തന്നിട്ടില്ലേ ഘട്ന, കുറച്ച് സൂചന ആണ്, അതായത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമ്മളിവിടെ ചെയ്യേണ്ട മെയിൻ ഈ ഒരു പത്ര റിപ്പോർട്ട് തയ്യാറാക്കുമ്പം വെക്കേണ്ട കുറച്ച് ക്രൈറ്റീരിയാസാണ് ഈ പറയുന്നത്. ഘട്ന സംഭവം, ദെൻ ക്യാ, കബ്, കഹ, ക്യൂ ഓർ കേസെ, അതായത് സംഭവം നടന്നത്, എന്ത് സംഭവമാണ് നടന്നത്, പിന്നെ കബ് എപ്പോഴാണ് നടന്നത്, കഹ എവിടെയാണ് നടന്നത്, ക്യൂ എന്തിനാണ് നടന്നത്, കേസെ എങ്ങനെയാണ് നടന്നത്. ഓക്കെ, ആൻസർ ഈസ് സമാചാർ പത്ര അല്ലേ, റിപ്പോർട്ട്. ബനായ നമക് തോടാ കാനൂൻ, ഇത് ഹെഡിങ് ആണ്. ദാണ്ടി ഒരു പത്രവാർത്തയുടെ ഒരു രീതിയിലാണ്, മോഡലാണ് എഴുതുന്നത്. दांडी, गांधी जी अपने साथियों के साथ दांडी पहुँचे और खुद नमक बनाकर अंग्रेज़ों का कानून तोड़ा. वे अहमदाबाद से पैदल चलकर ही दांडी पहुँचे थे. देश भर से अनेक लोग उनके साथ जुड़े थे. अंग्रेज़ों ने नमक पर टैक्स लगाया था और भारतीयों को खुद नमक बनाने से रोका था. अगर कोई भारतीय नमक बनाए तो उसे सज़ा भी देते थे. अंग्रेज़ों का यह काला कानून तोड़ना उनका लक्ष्य था. इस प्रकार गांधी जी ने भारतीयों को अंग्रेज़ों से मुक्त होने का रास्ता दिखाया है. नेक्स्ट पेज, रपट के आधार पर सही या गलत का निशान लगाए. റിപ്പോർട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ റിപ്പോർട്ട് എഴുതിയല്ലേ, റിപ്പോർട്ടിൽ എന്തൊക്കെ നമ്മൾ ചെയ്തു? ശീർഷക് ലിഖാ ഹെ, ശീർഷക് മീൻസ് ഹെഡിങ്, ശീർഷക് ലിഖാ ഹെ അല്ലേ, നമ്മളവിടെ ടിക്കണം. സ്ഥാൻ ലിഖാ ഹെ, സ്ഥാൻ സ്ഥലം എവിടെയാണോ അല്ലേ, എവിടെയാണെന്നുള്ളത് നമ്മൾ എഴുതി. പിന്നെ ഘട്ന കാ വിവരൺ ഹെ, ഘട്ന സംഭവത്തിൻ്റെ വിവരണം, സംഭവത്തിൻ്റെ വിവരണം. ദെൻ വസ്തുനിഷ്ഠത ഹെ, വസ്തുനിഷ്ഠത മീൻസ് സത്യാവസ്ഥ, അതിൻ്റെ സത്യാവസ്ഥ എഴുതിയിട്ടുണ്ട് റിപ്പോർട്ടിൽ. ദെൻ ദൃഷ്ടികോൺ ഹെ, ദൃഷ്ടികോൺ എന്ന് വെച്ചാൽ വീക്ഷണം, നമ്മൾ അതെല്ലാം ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടിൽ, ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, प्रोफाइल तैयार करे और प्रदर्शनी चलाए. फर्स्ट वन, स्वतंत्रता सेनानियों के परिश्रम की देन है आज़ादी. स्वतंत्रता सेनानियों का प्रोफाइल तैयार करे और एल्बम और डिजिटल एल्बम बनाए. അതായത് ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ളതാണ്. അതായത് നമ്മൾ ആൽബം ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു ഡിജിറ്റൽ ആൽബം, ഒരു പ്രൊഫൈൽ, ഈ സ്വാതന്ത്ര്യ സേനാനികളുടെ ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനാണ് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് स्वतंत्रता संग्राम से संबंधित जानकारियों को इकट्ठा करे और प्रदर्शनी चलाए. സ്വതന്ത്രതാ സംഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്വാതന്ത്ര്യ സമരങ്ങളെല്ലാം അല്ലേ, അവയെല്ലാം നമ്മൾ ഏതൊക്കെ സ്വാതന്ത്ര്യ സമരങ്ങളാണ് നടന്നിട്ടുള്ളതെന്നുള്ള അതിൻ്റെ ഒരു വിവരണം നമ്മളൊരു ഡിജിറ്റൽ പ്രസൻറ്റേഷനായിട്ട്, വീഡിയോ പ്രസൻറ്റേഷനായിട്ട് ചെയ്യാനാണ് പറയുന്നത്. और अब लेखक के बारे में. लेखक का नाम है उदयन वाजपेयी. उनका जन्म 4 जनवरी 1960 में हुआ था. उदयन वाजपेयी का जन्म मध्य प्रदेश में हुआ. ഉദയൻ വാജ്പേയി, ഈ ലേഖകൻ്റെ ജനനം മധ്യപ്രദേശിലാണ് നടന്നത്. उन्होंने साहित्य की सभी विधाओं में अपनी लेखनी चलाई है. मतलब അദ്ദേഹം സാഹിത്യത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലും എഴുത്ത് നടത്തിയിരുന്നു. घुड़सवार, रेत किनारे का घर, पेड़ और परछाई आदि उनकी प्रमुख रचनाएं हैं. അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ രചനകൾ എന്തെല്ലാമാണ്? घुड़सवार, रेत किनारे का घर, पेड़ और परछाई आदि
उनकी प्रमुख रचनाएं हैं। ओके बच्चों, यही ख़त्म हुआ ഗാന്ധി ജി की നമക് കഥ. ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. താങ്ക് യു.